ഇന്ന് ഈ തലക്കെട്ടുകളല്ലാതെ കേരളത്തോട് മറ്റെന്തു പറയാനാണ്? ഇന്നലെ രാത്രി തുടങ്ങിയതാണ് മഴ. ഓഗസ്റ്റ് എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നമുക്ക് ഒരുപാടുള്ളതുകൊണ്ട് ഈ രാത്രിയും ആശങ്കകളുടേതാണ്. ഒരൊറ്റ രാത്രി മഴ നിന്ന് പെയ്തതോടെ മലയോര മേഖലയിലാകെ ഭീതി. തീരദേശത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ദുരന്തം അതേപടി ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? മുൻകൂട്ടി അറിഞ്ഞില്ലേ നമ്മൾ? ഇന്നത്തെ പ്രൈം സ്റ്റോറി. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് സംസ്ഥാനത്തുടനീളം. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലിൽ 4 പേർ മരിച്ചു. മഴക്കെടുതിയിൽ മറ്റ് 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടിൽ വീണാണ് 3 പേർ മരിച്ചത്. ഷോക്കേറ്റും ഒരു മരണമുണ്ടായി. പുഴകൾ കരകവിഞ്ഞൊഴുകിയതോടെ റാന്നി, കോന്നി, പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ മുങ്ങി. ഈരാറ്റുപേട്ടയിൽ 2018 പ്രളയകാലത്ത് പോലും ഇങ്ങനെ വെള്ളം പൊങ്ങിയിട്ടില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു. ഇന്നത്തെ ദിവസം കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. മീനച്ചിലാറിനൊപ്പം മണിമലയാറ്റിലും വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വെള്ളക്കെട്ട് മൂലം കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ പരമാവധി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഒരു മണിക്കൂർ വെളുപ്പിനെ 3:30 കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കയറി 1 മണിക്കൂർ കൊണ്ടാണ് കയറുക. എങ്ങോട്ടേക്ക് പോകാനാ? ഞങ്ങൾ രാത്രി 5:30 പോണപ്പോഴത്തേന് വെള്ളം പകുതിയായി. പിന്നെ 5:30 കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി. ഇല്ല, ഡ്രസ്സ് മാത്രം മുകളിൽ കയറ്റി. ഞങ്ങളിവിടെ വരുവാനായിട്ട് കാരണം റോസ്മേരി എന്ന ഹോസ്റ്റലിൽ 30ഓളം പെൺകുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തയെ ഫോൺ സന്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തുക. ആ ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 30ഓളം കുട്ടികളെ തൊട്ടടുത്തുള്ള അൽഫോൻസ കോളേജിലേക്ക് മാറ്റി സുരക്ഷിതരായിട്ട് മാറ്റി അവരുടെ അപകടാവസ്ഥ ഒഴിവാക്കി. ഞങ്ങൾക്ക് ഇവിടെ ഈ മുകളിൽ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലൊന്ന് പൊട്ടിച്ച് മാറ്റി. ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഭീഷണിയാണത്. അത് പൊട്ടിച്ചു മാറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു, വില്ലേജിൽ വില്ലേജ് തഹസിൽദാരൊക്കെ വന്ന് നോക്കിയതാണ്. എന്നിട്ടും ഒരു തീരുമാനം ഇതേവരെ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഭീതിയാണ്. ഞങ്ങൾ മഴയത്തോണ്ട് എണീറ്റിരിക്കുകയാണ് ചെയ്ത്. ഇന്നലെയൊക്കെ രാത്രിയിൽ ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് ചെയ്ത്. അന്നേരമാണ് രവി ഓടി വരുന്നതും സംഭവം നടന്നെന്നൊക്കെ പറയുന്നതൊക്കെ. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ ഇതാണ് സാഹചര്യം. ഇതേ ആശങ്കയാണ്, ഇതേ കാഴ്ചകളാണ് നമ്മൾ മലയോര മേഖലകളിൽ വ്യാപകമായി തന്നെ കാണുന്നത്. മേളിലൊക്കെ വലിയ അങ്ങോട്ടൊരു 50-60 വീടുണ്ട്. ആ വീടുകളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കയറിപ്പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ല എന്നൊരവസ്ഥ എനിക്ക്. ആ വീടുകളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു വലിയൊരു ഉരുൾ വന്ന് അവിടെ ഒരു വീടിൻ്റെ സൈഡിൽ പോയിട്ടുണ്ട്. ഒരു ഓട്ടോ താഴെ വീണിട്ടുണ്ട്. മുകളിൽ താഴെ വീണിട്ടുണ്ട്. പിന്നെ അവിടെ ഭയങ്കര ഒരു ഭീതി അവസ്ഥ. ആ വീട് രണ്ടും അവസ്ഥ മോശമായിട്ടിരിക്കുക. 2 വീട്. ഒന്ന് മേളിൽ നിന്ന് ഇടിഞ്ഞും പോന്നിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ സമയത്ത് എല്ലാവരോടും കൂടി മാറ്റിക്കൊണ്ട് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 52 ശേഷവും 2018 ശേഷവും ഇത്തരം വെള്ളം വന്നിട്ടില്ലെന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ട് ഇത്രയും വലിയ വെള്ളപ്പൊക്കം നാട്ടിലൊക്കെ. നമ്മളെ വീടിൻ്റെ അവിടെ റോഡിൽ വെള്ളം കയറി ടിപ്പറൊക്കെ വീലോളം വെള്ളം വന്നിരുന്നു. എടുത്ത് പെട്ടെന്ന് മാറ്റി.
പിന്നെ തോട്ടുമുക്കിൽ കട്ടക്കളമുണ്ട്, അതൊക്കെ നല്ലൊരു ശതമാനം മുങ്ങിപ്പോയി. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഇവിടെയൊന്നും വെള്ളം ഇതുപോലെ കയറി കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം കുറേ സമയം ഒരു 4 മണിയൊക്കെയപ്പോഴും ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഇപ്പോൾ കുറേ ഇറങ്ങി. ഏനത്തോട്ടം ഭാഗത്ത് ഉരുൾ പൊട്ടുന്ന എത്ര പേര് മരിച്ചെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് കേട്ടത്. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അവർ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംവിധാനം പോലും ഉറപ്പിച്ച് അവരെ സഹായിക്കേണ്ടതാണ്. ഇവിടുത്തെ രണ്ടാമത്തെ പാലമുണ്ട്, മെയിൻ പാലമുണ്ട്. ആ പാലം തന്നെ ആദ്യം വെള്ളത്തിനടിയിലാവും. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ കട്ട് ഓഫായി പോവാണ്. അപ്പം അവിടുത്തെ പാലം പണി ഇഴഞ്ഞ് നീങ്ങുക. 2 വർഷം 3 വർഷമായിട്ട് ഇഴഞ്ഞ് നീങ്ങുക. അത് അടിയന്തരമായിട്ട് 4 വർഷമായിട്ട് ഇഴഞ്ഞ് നീങ്ങുക. അപ്പോൾ അടിയന്തരമായിട്ട് അധികാരികളുടെ കണ്ണ് തുറക്കണം, ആ പാലം ഉയർത്തണം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള കാഴ്ചകളും ആളുകളുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ നിലവിൽ ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്കാണ് വലിയ രീതിയിൽ ആശങ്ക ഉള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മലയോര മേഖലയിൽ ഇപ്പോഴും കനത്ത മഴയുണ്ട്. ഉളിക്കൽ കോളിത്തട്ടിലും ആലക്കോട്ടും ഉരുൾപൊട്ടി. ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ വെള്ളത്തിനടിയിൽ. പാൽച്ചുരത്തിൽ റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ പേരാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ഒരാൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഇങ്ങനെയാണ് കണ്ടത്. അങ്ങനെ പല ഭാഗങ്ങളിലും മലയോര മേഖലയിൽ വ്യാപകമായി കുത്തിയൊലിച്ച് വെള്ളം വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ ഇവിടെ നിർത്തിയാക്കണം. പോയി പാലം പോയി. ഓ ഇരുന്ന് പോയി പാലം പോയി. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ മാത്രമല്ല നഗരമേഖലയിലും കനത്ത മഴ നാശം വിതയ്ക്കുന്നുണ്ട്. താമരശ്ശേരിക്ക് സമീപം പൂനൂർ കട്ടിപ്പാറ റോഡിൽ സ്വകാര്യ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പല്ലേ ഇതിലൂടെ പോയത് കാണാനല്ലോ വിളിച്ചെടുപ്പാനേ കേട്ടോ. ഞങ്ങളോട് ചൂട് കഴിഞ്ഞു നമ്മൾ പോകുന്നതും പറയും. ആവശ്യം ഒരാഴ്ചയായിട്ടുണ്ടല്ലേ. രാവിലെ 8:30 വിളക്കി മാത്രം അടിച്ചിങ്ങ് പോന്നാ മതി. അതന്നെ താത്തണ്ട വരുന്നില്ല. അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇന്നലെ രാത്രി അങ്ങനെ ഒരു മഴ മുന്നറിയിപ്പ് കൃത്യമായി നമ്മളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിയോ? സംശയമാണ്. ഉദാഹരണത്തിന് പത്തനംതിട്ട ലാഹയിൽ 25 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. ഇടുക്കിയിലെ പീരുമേട്ടിലും തൊടുപുഴയിലും 21 സെന്റിമീറ്റർ വീതം. അതിതീവ്ര മഴ പെയ്ത പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയത് ഓറഞ്ച് അലർട്ട് മാത്രമാണ്.
മലയോര മേഖലയിലാകട്ടെ മുന്നറിയിപ്പ് അനുസരിച്ചുള്ള ജാഗ്രതയൊട്ട് ഉണ്ടായിരുന്നുമില്ല. ഇന്നലെ രാത്രി 9 മണിക്കും റെഡ് അലേർട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. 10 മണിക്ക് തൽസ്ഥിതി മുന്നറിയിപ്പിലും ഓറഞ്ച് അലേർട്ട് മാത്രം. റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ മഴ പെയ്യുമെന്ന സൂചന കിട്ടിയത് രാത്രി 11:15-നാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 7 മണിക്ക്. അപ്പോഴേക്കും പെരുമഴ നാടാകെ നാശം വിതച്ചു കഴിഞ്ഞിരുന്നു.